ഡൊണാൾഡ് ട്രംപ് അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണ് എന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തിരുന്നല്ലോ. അതോടുകൂടി അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾ എവിടെയാണ് എന്ന് എനിക്കറിയാം. അയത്തുള്ള ഖമേനി, നിങ്ങളുടെ ഇരിപ്പിടം ഞങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായി. ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ വളരെ എളുപ്പമുള്ള ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊല്ലാതെ വിട്ടിട്ടുണ്ടാകാം, എന്നാൽ എത്ര ദിവസത്തേക്ക് നിങ്ങൾക്കിങ്ങനെ ഓടി ഒളിക്കാൻ സാധിക്കും, സുരക്ഷിതനായി കഴിയാൻ സാധിക്കും? എത്ര ദിവസത്തേക്കാണ് ഞങ്ങൾ നിങ്ങളെ ജീവനോടെ വിടാൻ പോകുന്നത്? പറഞ്ഞു വന്നാൽ, സാധാരണക്കാർക്ക് നേരെയോ അമേരിക്കൻ സൈനികർക്ക് നേരെയോ നിങ്ങൾ മിസൈലുകൾ തൊടുത്തുവിട്ടാൽ, ബോംബുകൾ അയച്ചാൽ ഞങ്ങൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കില്ല. ഞങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലത് എന്ന ഒരു നേരിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് ഇറാനെതിരെ, അയത്തുള്ള ഖമേനിക്കെതിരെ ഒന്നുകിൽ നിങ്ങൾ സറണ്ടർ ആകണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും. കിൽ ഓർ സറണ്ടർ, ഈ ഒരു മെത്തേഡിലേക്ക് ട്രംപ് വന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് സറണ്ടർ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെന്താണ് കംപ്ലീറ്റ് സറണ്ടർ? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റായി അറിയേണ്ടത്, ബഹ്റൈനിൽ നിന്നിരുന്ന എല്ലാ അമേരിക്കയുടെ വെസൽസും ഇപ്പോൾ പതിയെ കടലിലേക്ക് ചലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ബഹ്റൈനിൽ സൈഡിലായി നങ്കൂരമിട്ട് വച്ചിരുന്ന ഈ വെസൽസ് എല്ലാം ഇപ്പോഴെന്തിനാണ് കടലിലേക്ക് വരുന്നത്? എല്ലാത്തിനും ഒരു കാരണവുമുണ്ട്. ഇറാനെ ആക്രമിക്കാൻ പോവുകയാണ് ഇസ്രായേൽ. ഇതൊരു സാധാരണ കാര്യമല്ലല്ലോ. ഇതിന് ധാരാളം വിമാനങ്ങൾ വേണം, നിരവധി കപ്പലുകൾ വേണം. ഇവയെല്ലാം തയ്യാറാക്കിയോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. F-35, F-16 സംരക്ഷണത്തോടു കൂടി 20-30 ടാങ്കർ വിമാനങ്ങളാണ് വന്നത്. ഇവയെല്ലാം സൗദി അറേബ്യയിൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിർത്തിവെച്ചിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് റീഫ്യൂവലിംഗ് ആവശ്യമായി വരും. അതിനുവേണ്ടിയാണ് സൗദി അറേബ്യയിൽ ടാങ്കർ വിമാനങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഈ ടാങ്കർ വിമാനങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ അമേരിക്ക നൽകുകയാണ്. അമേരിക്ക മാത്രമല്ല, യൂറോപ്പ് ചെയ്തത് ഒരുപാട് അസറ്റ്സ് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിവരവും അവർ നൽകി. അമേരിക്ക ചെറുതായൊന്ന് പരിഭ്രാന്തരായപ്പോൾ തന്നെ സ്റ്റാർമർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ അസറ്റ്സ് എല്ലാം ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണ് എന്ന്. അതുപോലെ തന്നെ UK കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു എന്നുള്ള വാർത്തയും വന്നു. നിരവധി വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. നിരവധി വിമാനങ്ങൾ സൈപ്രസും ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സൈപ്രസിനെ ഇവർ ഹോൾഡായി ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു എയർബേസ് ഉണ്ട്. പ്രധാനമായും തുർക്കിക്കെതിരെ അമേരിക്കയും UK പോലുള്ള രാജ്യങ്ങളെല്ലാം സൈപ്രസ് ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കൃത്യം പറഞ്ഞാൽ ഒരു ലിറ്റോറൽ കോമ്പാക്ട് ഷിപ്പ് LCSും 4 മൈൻ കൗണ്ടർ ഷിപ്പ് MCM എന്ന ഷിപ്പും അതുപോലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഷിപ്പ് എല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ബഹ്റൈൻ ബേസിൽ നിന്നും നേരിട്ട് കടലിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെന്റഗൺ സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം B-52 ബോംബർ വിമാനങ്ങൾ ഇതും ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. B-52 ബോംബർ വിമാനം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ നിർത്തിവെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇത് നേരിട്ട് ഇറാനെതിരെ ഒരു യുദ്ധം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഈ B-52 ബോംബറിനെ എവിടെ നിർത്തിയാൽ ഇറാനെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ആക്രമിക്കാൻ കഴിയുമോ ആ ദ്വീപിലാണ് ഇപ്പോൾ ഈ ഒരു ബോംബർ നിർത്തിവെച്ചിരിക്കുന്നത്. B-52 ബോംബേഴ്സ് വന്നെങ്കിൽ ഇറാനിൽ പലയിടങ്ങളിൽ ബോംബുകൾ വർഷിക്കാൻ അമേരിക്ക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരികെ ആക്രമിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്, അയത്തുള്ള ഖമേനി, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആക്രമിക്കും, പക്ഷെ നിങ്ങൾ തിരിച്ചടിക്കാൻ പാടില്ല. തിരിച്ചടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആക്രമണം നിങ്ങളെ കൊണ്ട് താങ്ങാനും സഹിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചാക്രമിക്കുന്നതിന് പകരം കീഴടങ്ങുക. ഇങ്ങനൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മുന്നറിയിപ്പ്, ഈ ഒരു ഭീഷണിയാണ് ഈ ലോക രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഞാനാണ് മഹാശക്തി, ഞാൻ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ കേൾക്കാവൂ. ഇനി ഒരു പക്ഷെ നിങ്ങളത് കേട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും, നശിപ്പിച്ചു കളയും. ഇതിന്റെ നല്ലൊരു ഉദാഹരണമായി തന്നെയാണ് അമേരിക്കയുടെ ഭീഷണി മാറിയിരിക്കുന്നത്. സെവറൽ US എയർഫോഴ്സ് KC-135, KC-10, KC-10 ടാങ്കേഴ്സ് ഇവയെല്ലാം പാകിസ്ഥാൻ എയർ സ്പേസിൽ ഇന്ന് കുറച്ചു ദൂരം പറന്നിട്ടുണ്ട്. പാകിസ്ഥാനോട് നമുക്ക് ചോദിക്കേണ്ടത്, നിങ്ങൾക്കൊരല്പം പോലും മനസാക്ഷിയില്ലേ? ഇന്ത്യയുടെ മുതുകിലാണ് നിങ്ങൾ കുത്തിയത്, ഇറാന്റെ മുതുകിലും നിങ്ങളിപ്പോൾ കുത്തി. ഇറാനെതിരെ അണുവായുധം ഇസ്രായേൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്നൊക്കെയായിരുന്നു പാകിസ്ഥാൻ സത്യം നൽകിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇറാനും പറഞ്ഞത്, ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാൻ പറയുകയാണ്, ഇല്ല, അങ്ങനെ ഒരു സത്യം ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു സത്യം ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇസ്രായേലിനെതിരെ ഞങ്ങൾ എങ്ങനെ അണുവായുധം ഉപയോഗിക്കും?
ഞങ്ങളുടെ ഗുരുവാണ് അമേരിക്ക. അണുവായുധം ഞങ്ങൾക്ക് ലഭിക്കാൻ കാരണം അമേരിക്കയാണ്. ഇന്ത്യക്ക് അണുവായുധം ലഭിക്കാതെ തടഞ്ഞത് അമേരിക്കയാണ്. എന്നാൽ പാകിസ്ഥാന് അണുവായുധം നൽകിയത് അമേരിക്കയാണ്. അങ്ങനെയുള്ള അമേരിക്കയെ എതിർത്ത് ഞങ്ങളൊരു അണുവായുധം ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമോ? ഞങ്ങൾ തീർച്ചയായും ചെയ്യുകയില്ല എന്ന് ആ സമയത്തും പാകിസ്ഥാൻ ഇറാന്റെ മുതുകിൽ കുത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ ചെയ്തത് ഇറാൻ പാകിസ്ഥാൻ ബോർഡർ അവിടെ ചാരവൃത്തി ചെയ്യാനായി അമേരിക്കയുടെ വിമാനങ്ങൾക്ക് അവരുടെ എയർ സ്പേസ് തുറന്നു കൊടുത്തു. അങ്ങനെ ആകാശം തുറന്നതും ഈ വിമാനങ്ങൾ വളരെ ഡീപ്പായി തന്നെ പാകിസ്ഥാനുള്ളിലേക്ക് ചെന്ന് ആവശ്യമായ എല്ലാ വിവരങ്ങൾ ശേഖരിക്കുകയും ഇറാന്റെ മുക്കിലും മൂലയിലും എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പഠിച്ച് ആ വിവരങ്ങളെല്ലാം നേരിട്ട് ഇസ്രായേലിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഫ്ലൈറ്റ് റഡാർ സിസ്റ്റം, അവിടെ ഈ ഓപ്പൺ സോഴ്സിൻ്റെ ഇമേജ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. KC-135, KC-10 ഇത് മാത്രമല്ല, US RC-130V റിവൈറ്റ് എന്ന ഇന്റലിജൻസ് എയർക്രാഫ്റ്റുമുണ്ട്. അതും അകത്ത് കുറച്ച് സമയം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിയായ സമയം നോക്കിയിരുന്ന് പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു ഇസ്ലാമിക സൈന്യം രൂപീകരിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യതയേയില്ല. ഇങ്ങനെ പാകിസ്ഥാനെയൊക്കെ വിശ്വസിച്ച് ഇറാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്താൽ പോലും അവരെ കൊണ്ടൊരു പക്ഷേ ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ പാകിസ്ഥാനെ വിശ്വസിച്ച് അവരുമായി ചേർന്നൊരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇറാൻ അവസാന ഘട്ടം വരെയും ജയിക്കുമെന്നൊരു ഉറപ്പിലായിരിക്കും മുന്നോട്ട് പോവുക. ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരിക്കും. പക്ഷേ അവസാന നിമിഷത്തിൽ ഇറാന്റെ മുതുകിൽ കുത്തുകയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും പാകിസ്ഥാൻ. ഇപ്പോൾ അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ക്രൂഷ്യൽ ഇന്റലിജൻസ് ഓൺ ഇറാൻസ് ന്യൂക്ലിയർ സൈറ്റ്സ്. ഇറാനിൽ എവിടെയെല്ലാമാണോ അവരുടെ ന്യൂക് സൈറ്റ്സ് ഉള്ളത് ആ വിവരങ്ങളെല്ലാം, ആ ഇന്റലിജൻസ് റിപ്പോർട്ടെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് മനസ്സിലായത്. ഇതിലും വലിയൊരു വഞ്ചന പാകിസ്ഥാനെ കൊണ്ട് മറ്റേത് രാജ്യത്തിനും ചെയ്യാൻ സാധിക്കില്ല. ഇറാനിൽ അവർ അങ്ങനെ ചെയ്തു. സത്യത്തിൽ ഇത് ഇന്ത്യ പോലും ഒരിക്കലും ചെയ്യില്ല. എന്തിന്? ഒരു ശത്രു രാജ്യം പോലും ഇങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ സൗഹൃദ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവസാനം പാകിസ്ഥാൻ തന്നെ വളരെ മോശമായൊരു വഞ്ചനയാണ് ഇറാൻ കാണിച്ചിരിക്കുന്നത്. ഇതിന് ശേഷവും ഇസ്ലാമിക് ആർമി രൂപീകരിക്കപ്പെടും എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ബ്രിട്ടീഷിന്റെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് UK military assets have begun arriving in the Middle East. മിഡിൽ ഈസ്റ്റിനുള്ളിലേക്ക് UK മിലിറ്ററി അസറ്റ്സ് എല്ലാം വരാൻ തുടങ്ങിയിരിക്കുകയാണ്, സമയം അടുത്തിരിക്കുകയാണ് എന്ന്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാകും. ഇറാൻ പറഞ്ഞത് സൈലന്റായി പോകാൻ കഴിയുന്ന മിസൈലുകളെല്ലാം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആ മിസൈലുകളെ തടയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാലും ഇസ്രായേലിന് വേണ്ടി അമേരിക്കയും UKയും അവരുടെ സൈന്യത്തെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇറാനു വേണ്ടി ഉത്തര കൊറിയ, റഷ്യ ഇവരാരും ഏതൊരു സൈന്യത്തെയും നീക്കിയിട്ടില്ല. ഇതും ശ്രദ്ധേയമാണ്. അതുപോലെ ചീഫ് ജനറൽ ഇറാൻ ആർം ഫോഴ്സിന്റെ അമോർ മൊസേവി, ഞങ്ങൾ അഗ്രസീവായി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ഈ അഗ്രസീവായ യുദ്ധക്കളത്തിൽ തീർച്ചയായും ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ നടത്താൻ പോകുന്നുവെന്നുള്ള ഡാറ്റ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രീടെക്സ്റ്റ് ഓഫ് ടാർഗറ്റിംഗ് മിലിറ്ററി സൈറ്റ്സ് ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത്, ഇസ്രായേൽ ചെയ്യുന്നത് ഇവിടെയുള്ള ജനങ്ങളെല്ലാം കൊന്നു കുഴിക്കുകയാണ്. ഇത് ഞങ്ങളെ കൊണ്ട് നോക്കി നിൽക്കാൻ മാത്രം കഴിയില്ല. എല്ലാ ഇന്റർനാഷണൽ നിയമവും അവർ ലംഘിച്ചിരിക്കുകയാണ്. അതിനാൽ ഇസ്രായേലിന് കഠിനമായ ശിക്ഷ നൽകിയേ മതിയാവുകയുള്ളൂ. മാധ്യമ പ്രവർത്തകരെ തല്ലിയിട്ടുണ്ട്. IRIB ഓഫീസിനെ എല്ലാം അവർ ബോംബിട്ട് നശിപ്പിച്ചു. ഇവയെല്ലാം കാണുമ്പോൾ റവല്യൂഷണറി ഗാർഡ് എയർ ഡിഫൻസ് ഫോഴ്സ്, ജോയിന്റ് എയർ ഡിഫൻസ് കമാൻഡ് ഈ രണ്ടുപേരും ചേർന്ന് തീർച്ചയായും ഇസ്രായേലിനെതിരെയുള്ള ഒരു ആക്രമണം നടത്തും. ഇങ്ങനെ ഇറാനിൽ നിന്നും ഒരു വലിയ സ്വരം ഉയർന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ആ ഭാഗത്തുള്ള ഇസ്രായേലിന് നൽകാൻ പോകുന്നു എന്നുള്ളത് അറിയില്ല. എന്നാൽ ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞു, പൂർണ്ണമായും തയ്യാറായിട്ടുണ്ട്. ഇറാന് എതിരെയുള്ള കരുനീക്കങ്ങൾ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ചേർന്നാണ് നീക്കാൻ പോകുന്നത്. അമേരിക്ക പറഞ്ഞതുപോലെ കീഴടങ്ങുമോ അല്ലെങ്കിൽ തിരിച്ചടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇങ്ങനെ വെരിഫൈഡ് ആയ അപ് ടു ഡേറ്റ് ആയ ഇൻഫർമേഷൻസ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ചാനലുണ്ട്, അതിന് ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.